ധനുഷ്, ഈ നമ്മുടെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് വിദഗ്ധ അഭിപ്രായം പറയുന്ന ചില ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. ജനാധിപത്യം ആയതുകൊണ്ട് ഏത് മണ്ടനും അഭിപ്രായം പറയാം. അതിനകത്ത് അങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ചെകുത്താൻ. അയാളുടെ യഥാർത്ഥ പേര് ചെകുത്താൻ എന്നല്ല, ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു അയാൾ മുമ്പ് ഗൾഫിലോ മറ്റോ ജോലി ചെയ്തിരുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കുന്ന കുവൈറ്റിലോ ഇപ്പോൾ കൊച്ചിയിലുണ്ട്. എന്തായാലും ഈ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, വലിയ ദുരന്തമാണ്. നമ്മളെല്ലാം ആ ദുഃഖം നമുക്കിപ്പോഴും ഉണ്ട്. ആ സമയത്താണ് നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ നടൻ മോഹൻലാൽ വയനാട്ടിൽ പോയി. മേജർ രവി ഒക്കെ പോയല്ലോ. അപ്പോൾ പട്ടാളം അവിടെ ദുരിതാശ്വാസത്തിന് ഇറങ്ങി. അതിനെ വിമർശിച്ച് ഈ ചെകുത്താൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യാപകമായി സാധാരണഗതിയിൽ ഈ ചെകുത്താൻ്റെ വീഡിയോയ്ക്കെല്ലാം ഈ പറഞ്ഞ പോലെ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ല, ഈ ചെകുത്താൻ്റെ വീഡിയോ ഞാൻ പണ്ട് മുതലേ കാണാൻ ശ്രമിക്കാറുള്ള ചില വീഡിയോ നല്ല രസമുള്ള വീഡിയോകളുണ്ട്. അതെനിക്കറിയില്ല, ഞാൻ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കാറില്ലെങ്കിലും ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ആദ്യം ഇയാൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് വലിയ രീതിയിലുള്ള ഒരു മതവിമർശകനായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. മതങ്ങളെ എല്ലാം തുല്യമായി വിമർശിക്കുക, അത് വിമർശിക്കുക എന്നുള്ളതിന് യാതൊരുവിധ കുഴപ്പമില്ല ജോണേട്ടാ. പക്ഷേ വിമർശനം എന്ന് പറയുന്നത് വളരെ അസഭ്യമായിട്ടുള്ള രീതിയിലാണ് വിമർശിക്കുന്നത്. ഇപ്പം വിശ്വാസികളെ വളരെ അസഭ്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുക, വിശ്വാസികളുടെ ഡാഷ് മറ്റേ ഡാഷ് മറിച്ച ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഡാഷ് ഒന്നും നമുക്ക് പൂരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയ്ക്ക് വളരെ വൃത്തിഹീനമായിട്ടുള്ള അസഭ്യം പറയുന്ന രീതിയിൽ അതൊരു മനോവൈകൃതം കൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സൈക്കോളജിസ്റ്റിനെ ആയിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞതാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു സൈക്കോളജിസ്റ്റ്, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മനോവൈകൃതത്തിൻ്റെ കൂടെ പുറത്തായിരിക്കാം ഇയാളിങ്ങനെ കാണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കാരണം തെറി വിളിക്കുക സോഷ്യൽ മീഡിയയിലൂടെ. അങ്ങനെ തെറി വിളിക്കുന്ന വിജയ് പി നായരെ ഭാഗ്യലക്ഷ്മി കൈകാര്യം ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ. അത് ഒറ്റ കൈകാര്യം, അത് ഭാഗ്യലക്ഷ്മി ആയതുകൊണ്ടാണ് വിജയ് പി നായർ കൈകാര്യം ചെയ്തത്. പക്ഷേ മോഹൻലാലിനെ നിരന്തരം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ചെകുത്താൻ എന്ന് പറയുന്നത്. ചെകുത്താൻ ആദ്യം മതവിമർശനത്തിൽ തുടങ്ങി. അതിനുശേഷം ഈ പുള്ളിക്കാരൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും മാനുഷിക സഹജമായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് നമ്മളെ എതിർക്കുന്ന എല്ലാവരെയും നമ്മൾ ടാർഗറ്റ് ചെയ്ത് അവരെ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് മാനുഷിക സഹജമായിട്ടുള്ളൊരു ഇതാണ്, ഒരു എന്താ പറയുക, ഒരു വാസനയാണ്. ഈ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഇയാൾ മറുപടി പറയുമ്പോൾ ധാരാളം ട്രോളുകളും തെറികളും ഇയാൾക്ക് കിട്ടാറുണ്ട്. കൂടുതലും ക്രിസ്തു മതത്തിനെയാണ് ഇയാൾ വിമർശിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇയാൾ ഇസ്ലാം മതത്തിനെ വിമർശിക്കുന്നു, ഹിന്ദു മതത്തെ, എല്ലാ മതത്തിനെയും വിമർശിക്കുന്നു. പല ആൾക്കാരും നമുക്കറിയാലോ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് പുരോഗമന ഒരു മുഖം മൂടിയിട്ടൊരു സമൂഹമാണ്. അവർ മതവിമർശനം നടക്കുമ്പോൾ ഒരു വലിയ ആൾക്കൂട്ടത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും, എന്നാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അയ്യോ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. എല്ലാവരും അങ്ങനെയാണ്, ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ്. താനൊരു ദൈവവിശ്വാസിയാണെന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പുരോഗമനവാദം ഇടിഞ്ഞു പോകുമോ എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പതുക്കെ മതവിമർശനം നടത്തി ഇയാൾ പതിയെ ഫേമസ് ആയി. ആ മതവിമർശനത്തിലൂടെ ഇയാൾക്ക് ഒരുപാട് എനിമീസ് ഉണ്ടായി, ഒരുപാട് ശത്രുക്കളും ഇയാൾക്കുണ്ടായി. പക്ഷേ ഇയാൾ തുല്യമായിട്ട് വിമർശിക്കുന്നത് കൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഇയാൾക്കെതിരെ ഇതുവരെ കേരള പോലീസ് ഒരു നീക്കവും നടത്തിയതായിട്ട് അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. സാധാരണ ഇത്തരത്തിലുള്ള മതവിമർശനം ഇയാൾ പിന്നെ ഒരു കേസ് കൊടുത്തിരുന്നു ബാലയ്ക്കെതിരെ, അതൊക്കെ വേറെ കഥ, അതിൽ വരുന്നതാണ്. അപ്പൊ ഈ മതവിമർശനം നടത്തുന്ന ആൾക്കാർ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള പോലീസിന് ഈസി ആയിട്ട് കേസെടുക്കാം. മതനിന്ദ, മതസ്പർദ്ധ എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തി ഈ പുള്ളിക്കാരനെന്ത് ഈസി ആയിട്ട് കേസെടുക്കാം. സ്വാഭാവികമായിട്ടും കുവൈറ്റിൽ ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം അവിടെ അത് വേറെ തലത്തിൽ പോകും. കാരണം ജയിലിടിഞ്ഞാൽ പുറത്തു വരാത്ത രീതിയിലാവും, വലിയ വധശിക്ഷാ കാര്യങ്ങളിലേക്കൊക്കെ അത് പോകും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഇപ്പോൾ എറണാകുളത്താണുള്ളത്. പുള്ളി അവിടെ ഇരുന്നു കൊണ്ട് പിന്നീട് ഈ മതവിമർശനത്തിൽ നിന്നും മാറി പിന്നീട് പുള്ളിക്കാരൻ വിമർശിക്കാൻ തുടങ്ങി, സിനിമാ നടന്മാരെ വിമർശിക്കാൻ തുടങ്ങി, അതിൽ ബാലയൊക്കെ വിമർശിച്ചു തുടങ്ങി, സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ പറയാൻ തുടങ്ങി. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു പ്രധാനപ്പെട്ട വേട്ടമൃഗം എന്ന് പറയുന്നത് മോഹൻലാൽ. പോലെ തന്നെ പട്ടാളത്തിനെ വിമർശിച്ചു തുടങ്ങി. ഇന്ത്യൻ ആർമിയെ വിമർശിക്കുന്ന ഒരു വ്യക്തിയായി ഈ സിജു അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാറി. ഇന്ത്യൻ ആർമിക്കെതിരെ നേരത്തെയും ഇയാൾ വീഡിയോ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ ആർമിക്കെതിരെ ഇയാൾ പറയുന്നത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് അവർ സേവനവും കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്, അവർക്ക് നല്ലപോലെ കാശ് കിട്ടുന്നു, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവിടെ പോയി ജോലി ചെയ്യുന്നു, നിനക്ക് കാശ് കിട്ടിയാൽ നീ പോകത്തില്ല കുടുംബം നോക്കാനായിട്ട് എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരുപാട് പേര് ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് എത്തിയിരുന്നു. വലിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ, ഇവിടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരാൾ ഇയാൾക്കെതിരെ വിമർശനമായിട്ട് എത്തിയപ്പോൾ കുറേ നാൾ അയാളുടെ പിറകിലായിരുന്നു അയാളെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. ഏത് വിധേനയും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റവന്യൂ ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ ഏത് വിധേനയും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കുറച്ച് പുള്ളി സംസാരിക്കുന്ന മുഴുവൻ സാമൂഹിക പ്രതിബദ്ധതയും സമൂഹത്തെ ഉദ്ധരിക്കുന്ന കാര്യമാണ്. പക്ഷെ പുള്ളിയുടെ സംസാരം മുഴുവനും
എന്താണ് ഈ സമൂഹത്തെ ഇകഴ്ത്തുന്ന കാര്യങ്ങളും നമ്മുടെ ആർമി ശരിയല്ല, നമ്മുടെ ഭരണകൂടത്തിൻ്റെ രീതികൾ, അത് കാര്യങ്ങൾ, ഓരോരോ ആൾക്കാരുടെ വിഷയങ്ങളൊക്കെ പുള്ളി വൈകാരികമായിട്ടുള്ള സബ്ജക്റ്റൊക്കെ, അതായത് മനുഷ്യർ കൂടുതലും യോജിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ പുള്ളി അങ്ങ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിനിമ റിവ്യൂ ഒക്കെ ഉണ്ട്. സിനിമ റിവ്യൂ, ഇടയ്ക്ക് സിനിമ റിവ്യൂ ചെയ്യും. മമ്മൂട്ടിയെ പുകഴ്ത്തി മോഹൻലാലിനെ ഇകഴ്ത്തുക, അതൊക്കെ സ്വാഭാവികമായിട്ടും എന്തിനാണെന്ന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും. കാരണം ഒരു വിഭാഗത്തിൻ്റെ കയ്യടി കിട്ടാനും, മമ്മൂട്ടി ഫാൻസിൻ്റെ കയ്യടി കിട്ടാനും, മോഹൻലാൽ ഫാൻസിൻ്റെ തെറിവിളി കിട്ടാനും അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ ഫാൻസി ഡ്രസ്സ് കളിക്കുകയാണ്, മോഹൻലാൽ അവിടെ പോയി ഫാൻസി ഡ്രസ്സ് കളിക്കുകയാണ്, മോഹൻലാൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത്. പോരാത്തതിന് അവിടെ ഇന്ത്യൻ ആർമിയെ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്, ഇന്ത്യൻ സൈന്യത്തെ പോലും ചോദിച്ചിരിക്കുന്ന മോഹൻലാലിന് എന്തിനാണ് യൂണിഫോം കൊടുത്ത് അയാൾ തയ്പ്പിച്ചെടുക്കുക, ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ അല്ല. അതൊരു ധാരണ ഇല്ലാത്ത, അത് ഒരു ഓണററി പദവിയാണ്. മഹേന്ദ്ര സിംഗ് ധോണിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്തിനാ കൊടുത്തത്? അതൊരു ഓണററി പദവിയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ദേശീയ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്, നമ്മുടെ നാടിന്റെ സ്വത്താണ്, സമ്പത്താണ്. ദേശീയ അവാർഡ് ചെകുത്താന് കിട്ടിയിട്ടുണ്ടോ? സിജു അലക്സിന് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ദേശീയ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്. മഹേന്ദ്ര സിംഗ് ധോണി എന്തുകൊണ്ടാണ് യൂണിഫോം അണിഞ്ഞിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഇന്നും ലോക നടന്മാരുടെ പട്ടികയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് 10 പേരുടെ അകത്തെന്തോ വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ രാജ്യം ഒരു ഓണററി പദവി കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ്. ലഫ്റ്റനന്റ് കേണലാണ് അത്. മോഹൻലാൽ, ആ ലഫ്റ്റനന്റ് കേണൽ ഇപ്പോഴും ഇവിടെയുള്ള മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് മോഹൻലാലിനെ കളിയാക്കുന്നത് നമ്മുടെ സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസൻ മറ്റേ ലഫ്റ്റനന്റ് കേണലായിട്ട് ഒരു സൈറ്റിലേക്ക് കയറി വരികയും അവിടെ പതാക ഉയർത്തുകയും വെടിപൊട്ടുകയും ഓടിപ്പോകുമ്പോൾ ചെളിക്കുണ്ടി വീഴുകയും ചെയ്യുന്ന ഒരു സറ്റേറിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ശ്രീനിവാസൻ തന്നെ പിൽക്കാലത്ത് പറഞ്ഞു, അത് ഞാൻ മോഹൻലാലിനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല, അത് മമ്മൂട്ടിയെ ഉദ്ദേശിച്ച് ചെയ്തതാണെന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത്. പക്ഷേ അതൊന്നും ഇവിടെ ആർക്കും ഒരു വിഷയമല്ല. അവർ മോഹൻലാലിനെ നിരന്തരം കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഇതൊന്നും ബാധിക്കാതെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. മോഹൻലാലിനെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. മോഹൻലാലിനെ ഇത്തരത്തിൽ കളിയാക്കുന്നു, അതിഭീകരമായിട്ട് ബോഡി ഷേമിങ് ചെയ്യുന്നു. ബോഡി ഷേമിങ്ങിനെതിരെയാണ് ഇയാൾ സംസാരിക്കുന്നത്, പക്ഷേ അതിഭീകരമായിട്ട് ബോഡി ഷേമിങ് ചെയ്യുന്നു. മോഹൻലാലിനെ അതിഭീകരമായിട്ട് കളിയാക്കുന്നു. മോഹൻലാലിന് വേണമെങ്കിൽ ഇയാൾക്കെതിരെ ഒരു കേസ് കൊടുത്ത് ഇയാളുടെ യൂട്യൂബ് ചാനലടക്കം പൂട്ടിച്ച് ബുദ്ധിമുട്ടുണ്ടോ മോഹൻലാലിന്? എനിക്ക് തോന്നുന്നില്ല. മോഹൻലാലിന് അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതാ പറയുന്നത്, അതെ, ഹി ഡസന്റ് ഈവൻ കെയർ. മോഹൻലാലിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോൾ റോഡിൽ കുറച്ച് പട്ടിക്കാട്ടം കിടക്കുകയാണ്, നമ്മൾ ആരെങ്കിലും അതെടുത്ത് ഇദ്ദേഹത്ത് തേക്കാൻ നിൽക്കുമോ? അങ്ങനെ നിൽക്കത്തില്ലല്ലോ. നമ്മൾ അതുവഴി പോകാനേ ഇരിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് മോഹൻലാലിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. പിന്നെ മോഹൻലാൽ വയനാട് പോയത് ഷോ കാണിക്കാനാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വയനാട് മോഹൻലാലിൻ്റെ തന്നെ 122 ഇൻഫൻട്രി ബറ്റാലിയൻ TA മദ്രാസ് ഇവിടുത്തെ പട്ടാളക്കാരുടെ പ്രവർത്തനങ്ങളാണ് നിസ്തുലമായിരുന്നത്. മോഹൻലാൽ അവരുടെ കൂടെ ലഫ്റ്റനന്റ് കേണലാണ്. മോഹൻലാൽ അതുകൊണ്ട് അവിടെ പോയി വെറുതെ കൈയും വീശിയാണോ മോഹൻലാൽ പോയത്? മോഹൻലാൽ 3 കോടി രൂപ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞ എന്താ, CSR ഫണ്ടല്ലേ, കൊടുത്തല്ലേ പറ്റുള്ളൂ. മോഹൻലാലിൻ്റെ ഫണ്ട്, അതായത് എല്ലാ ആൾക്കാരും, എല്ലാ സെലിബ്രിറ്റീസ് ആയിരുന്നാലും മറ്റുള്ള ആൾക്കാരായിരുന്നാലും കോടീശ്വരന്മാരായിരുന്നാലും നാടിന് വേണ്ടി അവരുടെ ഇതിൽ നിന്നും ഇത്ര തുക ചെലവഴിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കുക. അങ്ങനെയാണല്ലോ നമ്മളെ കിറ്റക്സിൻ്റെ സാബു ജേക്കബൊക്കെ 2020 എന്ന് പറഞ്ഞ പാർട്ടി തുടങ്ങി അവിടെ വലിയ രീതിയിൽ ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ, അതങ്ങനെയാണ്, CSR ഫണ്ടാണ്. അതായത് അയാൾക്ക് അത് ചെലവഴിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ മോഹൻലാൽ 3 കോടി വിശ്വശാന്തി ഫൗണ്ടേഷനിൽ നിന്ന് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതിനുശേഷം മോഹൻലാൽ അപ്പോൾ ഒരു മുറിമുറിപ്പ് ഉണ്ടായിരുന്നു. മോഹൻലാൽ 25 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നു. അപ്പോഴും ഒരു മുറിമുറിപ്പ് ചെറുതായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോഹൻലാൽ പറയുന്നത് മുണ്ടക്കയിലെ സ്കൂൾ ഞാൻ നിർമ്മിച്ചു തരാമെന്ന് പറയുന്നു. അപ്പോൾ കുറച്ചൊന്നും അടങ്ങി. അതിനുശേഷം മോഹൻലാൽ പറയുന്നു ഇനിയും പണം വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറയുന്നു. അതാണ് മോഹൻലാൽ. അങ്ങനെ പറയുന്നു മോഹൻലാൽ. CSR ഫണ്ട് മോഹൻലാലിന് ഇപ്പോൾ ഇവിടെ ചിലവഴിച്ചാലേ പറ്റത്തുള്ളൂ. മോഹൻലാലിന് വേറെ എവിടെയൊക്കെ കൊണ്ട് കൊടുക്കാമായിരുന്നു. മോഹൻലാലിന് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. മോഹൻലാലിന് വേറെ പല സ്ഥലങ്ങളിലും CSR ഫണ്ട് ചിലവഴിക്കാൻ. മോഹൻലാൽ ഈ ലോകം മുഴുവനും കറങ്ങി നടക്കുന്ന ഒരാളാണ്. മോഹൻലാലിന് അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. സോ മോഹൻലാലിനെ തെറി പറയുന്നതിലൊന്നും യാതൊരുവിധ അർത്ഥവുമില്ല. മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ വിജയ് മാസ്റ്ററിൻ്റെ ഓഡിയോ ലോഞ്ചിൽ ഒരു ഡയലോഗ് പറയും, ഒരു നദി എന്ന് പറഞ്ഞാൽ അതിൽ പല ആൾക്കാർ കല്ലെറിഞ്ഞ് കളിക്കും, പക്ഷെ നദി കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് നദിയുടെ ഒരു പ്രത്യേകത. അതുപോലെയാണ് മോഹൻലാൽ. പല ആൾക്കാരും അദ്ദേഹത്തെ കല്ലെറിയുന്നുണ്ട്, അതിൽ നിന്ന് തന്നെ വെള്ളം കോരി കുടിക്കുന്നുണ്ട്, അതിനകത്ത് മീനുകൾ താമസിക്കുന്നുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ വൃക്ഷമാണ്, ഒരു വടവൃക്ഷമാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ ചുറ്റും ജീവിക്കുന്ന ആൾക്കാരുടെ കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. മോഹൻലാലിനെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഇത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ അതുപോലെ മോഹൻലാൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ നദി അങ്ങനെ ഒഴുകുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഈ നദി എന്ന് പറയുന്നത് ശാന്തമായിട്ടുള്ളൊരു നദിയാണെന്ന്. ആ നദിക്ക് രൗദ്രഭാവം പ്രാപിക്കാനും കുറച്ച് സമയം മതി എന്ന് മനസ്സിലാക്കുക. ഒരു കൈ കൊണ്ട് പ്രളയവും ഒരു കൈ കൊണ്ട് അനുഗ്രഹവും തരാൻ ശേഷിയുള്ളത് കൊണ്ടാണ് നമ്മുടെ ദൈവങ്ങളെല്ലാം നമ്മൾ ആരാധിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നേ നമ്മളെ ദൈവങ്ങളെയൊക്കെ നമ്മളെ തന്നെ വിട്ട് പുട്ടടിച്ചേനെ. പക്ഷേ അനുഗ്രഹം മാത്രം
ദൈവം തന്നുകൊണ്ടിരുന്നാൽ അപ്പുറത്തെ ഹനുമാന്റെ കയ്യിലിരിക്കുന്ന ഹനുമാൻ അനുഗ്രഹം തരുമ്പോൾ ഉണ്ടല്ലോ, ഹനുമാനെ ചൂഷണം ചെയ്യാനായിട്ട് പല ആൾക്കാരും ചെയ്യും. പക്ഷെ അപ്പുറത്തെ കയ്യിൽ ഒരു മുട്ടക്കാട്ടൻ ഗത ഇരിപ്പുണ്ട്, അതെടുത്ത് തലക്കിട്ടോണം തന്നാ തീരും. പറഞ്ഞുകൊണ്ട് നിർത്താം.